മറ്റൊരു വാർത്ത വരുന്നു. ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ KSRTC കൊറിയർ സർവീസ് താൽക്കാലികമായി നിർത്തി. സിംഗു സൊല്യൂഷനുമായുള്ള കരാർ റദ്ദാക്കി. ഇനി കൊറിയർ സർവീസ് നേരിട്ട് നടത്താനാണ് KSRTCയുടെ തീരുമാനം. അഷിൻ ഡിയാഗോയാണ് ചേരുന്നത്. അപ്പോൾ അഷിൻ, പുതിയ ക്രമീകരണമാവുന്നതുവരെ കൊറിയർ സർവീസുകൾ KSRTC വഴി ഉണ്ടായിരിക്കില്ല എന്നതാണോ? അഭിനിത, തീർച്ചയായും താൽക്കാലികമായി KSRTCയുടെ കൊറിയർ സർവീസുകൾ നിർത്തിവെച്ചിരിക്കുകയാണ്. ഇതിന് പ്രധാനപ്പെട്ട കാരണം നേരത്തെ ഗതാഗത മന്ത്രിയായിരിക്കെ KB ഗണേഷ് കുമാറാണ് ഇത് പുറം കരാർ നൽകിയിരുന്നത്. ഒരു സ്വകാര്യ കമ്പനിക്ക് ഈ KSRTCയുടെ ഈ കൊറിയർ സർവീസ് നടത്താൻ അനുമതി നൽകിയിരുന്നു. ഇതാണ് ഇപ്പോൾ താൽക്കാലികമായി അവസാനിപ്പിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സിംഗു സൊല്യൂഷൻസുമായിട്ടുള്ള കരാർ അത് ഇപ്പോൾ KSRTC നിർത്തിയിരിക്കുന്നു. 10 ദിവസത്തിനകം തന്നെ ഓഫീസുകൾ ഒഴിയണം എന്നൊരു നിർദ്ദേശമാണ് KSRTC നൽകിയിട്ടുള്ളത്. ഈ നോട്ടീസാണ് KSRTC നൽകിയിരിക്കുന്നത്. അതിനുശേഷം പുതിയ ക്രമീകരണങ്ങൾ ഒരുക്കുന്നതുവരെ KSRTC ഈ ഒരു കൊറിയർ സർവീസ് ഏറ്റെടുക്കുന്നതുവരെ താൽക്കാലികമായി എന്തായാലും KSRTCയിൽ ഇനി കൊറിയർ സർവീസ് ഉണ്ടാകില്ല എന്നുള്ളതാണ്. നേരത്തെ KSRTC ഈ കൊറിയർ സർവീസ് നടത്തിയിരുന്നപ്പോൾ ലാഭകരമായിരുന്നു. പക്ഷേ പിന്നീടാണ് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ ഇത് പുറത്തേക്ക് നൽകുന്നത്, പ്രൈവറ്റൈസേഷൻ നടക്കുകയും ചെയ്തത്. അതിനുശേഷം ഈ കൊറിയർ സർവീസിനെതിരെ പലതരത്തിലുള്ള പരാതികൾ ഉയർന്നിരുന്നു. ഇപ്പോൾ എന്തായാലും ഇത് വലിയ തരത്തിലുള്ള വരുമാന ഇടിവിലേക്ക് വരെ എത്തി. ഈ ഒരു സാഹചര്യത്തിലാണ് താൽക്കാലികമായി KSRTCയുടെ കൊറിയർ സർവീസ് നിർത്താൻ തീരുമാനിച്ചിട്ടുള്ളത്. വിനീത, ശരി, അഷിൻ ഡിയാഗോയാണ് വിശദാംശങ്ങൾ.